إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും വിശിഷ്യ ഈ റമളാനിൻ്റെ ദിവസങ്ങളിൽ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 80-ൽ പരം ആയത്തുകളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അതനുഷ്ഠിക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങളുടെ വിശാലതയെപ്പറ്റിയും ശ്രേഷ്ഠതകളെപ്പറ്റിയും അറിയിക്കുന്നു. ഈ 80-ൽ പരം ആയത്തുകളിൽ സൽക്കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിടത്ത് അതിൽ 70-ലധികം ആയത്തുകളിൽ സൽക്കർമ്മങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈമാനും അമലു സ്വാലിഹാത്തുകളും ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ അതിൻ്റെ രഹസ്യമായി പറഞ്ഞു, സൽക്കർമ്മങ്ങളും ഈമാനും അത് ഇഴപിരിയാത്ത, ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്ത അഭേദ്യമായ പരസ്പര പൂരകങ്ങളായ രണ്ടു കാര്യങ്ങളാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളാണ്. സൽക്കർമ്മങ്ങൾ ഈമാനില്ലാതെ പ്രവർത്തിച്ചവന് അതുകൊണ്ട് യാതൊരു നേട്ടവും ലഭിക്കുകയില്ല. ഈമാനില്ലാതെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കും. എന്നാൽ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളില്ല, സൽക്കർമ്മങ്ങൾ കാഴ്ചവെക്കുന്നില്ല, ആ ഈമാനും ഫലശൂന്യമാണ്, അതുകൊണ്ടും യാതൊരു കാര്യവുമില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഭൗതികവും പാരത്രികവുമായ നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ, ദുനിയാവിലെ സമാധാനപൂർണമായ ജീവിതം, ആഖിറത്തിൽ സ്വർഗം നേടാൻ സാധിക്കുന്ന വിജയം, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളുടെ സുഹൃതങ്ങളുടെ അനന്തരഫലമായി നിശ്ചയിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവൻ ഒരുക്കി വെച്ച സ്വർഗമാകട്ടെ, ഭൗതികമായ അതിൻ്റെ അനന്തരഫലങ്ങളാകട്ടെ, ഇത് നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ ഈമാനുമായി സൽക്കർമ്മങ്ങൾ ബന്ധിപ്പിക്കണമെന്നതാണ്. പരിശുദ്ധ റമളാൻ മാസത്തിലെ നമ്മുടെ ഇബാദത്തുകൾ, പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ നോമ്പും രാത്രി നിസ്കാരവും, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നിശ്ചയിച്ചിട്ടുള്ള പാപമോചനം, പ്രതിഫലം കരസ്ഥമാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിബന്ധനയായി പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ലൈലത്തുൽ ഖദ്റിനെ പറ്റി വന്ന ഹദീസിൽ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണോ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്, ആരാണോ റമളാനിൽ രാത്രി നിസ്കാരം നിർവഹിക്കുന്നത്, ആരാണോ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദറിൽ നിന്ന് നിസ്കരിക്കുന്നത്,
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ തിന്മകൾ പൊറുക്കപ്പെടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ പ്രതിഫലേച്ഛയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അവന്റെ റസൂലിലും അല്ലാഹു ഇതെനിക്ക് കൽപ്പിച്ചതാണ് എന്ന യാഥാർത്ഥ്യത്തിലും അതിന് അല്ലാഹു ഒരുക്കി വെച്ച പ്രതിഫലത്തിലും ഉറച്ച ഈമാനോടെ വിശ്വാസത്തോടെ അല്ലാഹു അതിനുവേണ്ടി ഒരുക്കി വെച്ച പ്രതിഫലം ആഗ്രഹിച്ചുള്ള ഇഹ്തിസാബോടെ പ്രതിഫലേച്ഛയോടെ ആരാണോ അത് നിർവഹിക്കുന്നത് അവനെ അല്ലാഹു പുറത്തു നൽകുകയുള്ളൂ. അവന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ കൊണ്ട് നിശ്ചയിച്ച പ്രതിഫലം നൽകുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ഇതുടനീളം നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, ഫമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത് വഹുവ മുഅ്മിൻ ഫലാ കുഫ്റാന ലിസഇഹി വഇന്നാ ലഹു കാതിബൂൻ. ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ അവൻ ഈമാനുള്ളവനായ നിലയിൽ, യഥാർത്ഥ ഈമാൻ, അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലുമുള്ള ഈമാൻ അതടിയുറച്ച നിലയിൽ ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അവന്റെ പ്രവർത്തനങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല, അവന്റെ പരിശ്രമങ്ങൾ പാഴാകുകയില്ല. അല്ലാഹു പറയുന്നു, വഇന്നാ ലഹു കാതിബൂൻ, അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ നാം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിനാണ് പ്രതിഫലം ലഭിക്കുക. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലൂടെ പറഞ്ഞു, ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വഹുവ മുഅ്മിൻ, വെറുതെയല്ല, ഈമാനോടുകൂടി, യാന്ത്രികമായി സാമ്പ്രദായികമായി പരമ്പരാഗതമായി എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും നോമ്പെടുക്കട്ടെ, ഞാനും നിസ്കരിക്കട്ടെ, ഞാനും തറാവീഹ് നിസ്കരിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഉപരിപ്ലവമായി ചെയ്യുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളല്ലോ സൽക്കർമ്മങ്ങൾ. മറിച്ച് ഈമാനോടുകൂടി അല്ലാഹു ഇതെനിക്ക് നിയമമാക്കിയതാണ്, എൻ്റെ പരലോക രക്ഷയ്ക്ക്, എൻ്റെ ഇഹലോകത്തെ സൗഭാഗ്യത്തിന്, എനിക്ക് സ്വർഗം നേടാൻ, എനിക്ക് നരകമോചനം കരസ്ഥമാക്കാൻ, എൻ്റെ പാപമോചനം സാർത്ഥകമാകാൻ എനിക്കിത് ചെയ്തേ തീരൂ, ഇതെനിക്കുമേൽ അല്ലാഹു നിയമമാക്കിയതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അല്ലാഹു പറഞ്ഞു, ദുനിയാവിൽ ഇഹലോകത്ത് മനോഹരമായ നല്ല ജീവിതം അവർക്ക് നാം സമ്മാനിക്കും. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഇഹലോകത്തെ നല്ല ജീവിതമെന്ന് പറഞ്ഞാൽ വലൗ കാന ഖലീലുൽ മാൽ, അവന്റെ കയ്യിൽ സമ്പത്ത് തുലോം തുച്ഛമാകട്ടെ, സമ്പത്ത് കുറഞ്ഞവനാകട്ടെ, ദരിദ്രനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ഇഹലോകത്ത് ഒരു പരാതിയുമില്ലാത്ത സമാധാനപൂർണമായ സ്വസ്ഥസമ്പന്നമായ ജീവിതമായിരിക്കും അവന്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പരലോകത്താകട്ടെ അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകുക തന്നെ ചെയ്യും. ഇഹലോകത്ത് സമ്പത്തില്ലെങ്കിലും സൗകര്യങ്ങളില്ലെങ്കിലും സമാധാനപൂർണമായ ജീവിതം, പരലോകത്ത് സ്വർഗം അല്ലാഹു ഒരുക്കി വെക്കുന്ന മഹത്തായ വിജയം ആർക്കാണ് ലഭിക്കുക? ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കാണ്. അല്ലാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, ആരാണോ ആഖിറം ലക്ഷ്യമാക്കുന്നവൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ, വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായ നിലയിൽ, മുഅ്മിനായ നിലയിൽ ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പരിശ്രമിക്കുന്നവൻ ആരാണോ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിശ്രമങ്ങൾക്ക് നന്ദിയായി അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഈമാനിന് നിബന്ധനയായി, സൽക്കർമ്മങ്ങൾക്ക് നിബന്ധനയായി ഈമാനും സൽക്കർമ്മങ്ങൾ പരസ്പരം അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചതായി നമുക്ക് കാണാം. വമൻ യഅതിഹി മുഅ്മിനൻ, ആരാണോ മുഅ്മിനായി അല്ലാഹുവിന്റെ അടുത്ത് ചെന്നെത്തുന്നത്, ഈമാൻ മാത്രം പോരാ, അല്ലാഹു പറഞ്ഞു ഖദ് അമില സ്വാലിഹാത്ത്, അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഊല, ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഊല, അവന് സ്വർഗ്ഗത്തിൽ ഉന്നത പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈമാനില്ലാതെ സൽക്കർമ്മങ്ങളില്ല, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാത്തവൻ ഈമാനുമില്ല. സൽക്കർമ്മങ്ങളും ഈമാനും പരസ്പര പൂരകമാണ്, ഒരിക്കലും ഇഴപിരിയാത്ത ബലവത്തായ പാശമാണ്. റമളാനിലെ നമ്മുടെ ഇബാദത്തുകൾ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, വെറും പ്രവർത്തനങ്ങളായി, പുറമേക്ക് പ്രകടിപ്പിക്കുന്ന യാന്ത്രികമായി വേലകളായി, മനസ്സറിയാത്ത, കൽബ് തൊടാത്ത, ഹൃദയസ്പർശിയല്ലാത്ത, ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത, റൂഹില്ലാത്ത കാട്ടിക്കൂട്ടലായി, ചടങ്ങായി
പരിതപിച്ചുകൂടാ, അധപ്പതിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മനസ്സ് തൊടാത്ത, ഹൃദയത്തിൽ ഈമാൻ സ്പർശിക്കാത്ത സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ അവർ കാഫിറുകളാണ്, അവർ നിഷേധികളാണ്, അവർ ധിക്കാരികളാണ്, അവർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അല്ലാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു. ആരാണോ ഈമാനില്ലാതെ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നത്, ഈമാനിനെ നിഷേധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ആരാണോ, ഫഖദ് ഹബിത അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകും. അവൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ഈമാനില്ല. അവന്റെ സൽക്കർമ്മങ്ങൾ ഖൽബിനെ സ്പർശിച്ചിട്ടില്ല, മനസ്സറിഞ്ഞിട്ടല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, പരലോകം ഉദ്ദേശിച്ചിട്ടല്ല. സ്വർഗം മോഹിച്ചോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന വീണ്ടുവിചാരത്തോടെയോ അല്ല, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, ഹൃദയത്തിൽ ഈമാനില്ല. ഫഖദ് ഹബിത അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാണ്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ പരാജിതരിൽ, നരകാവകാശികളിൽ ഉൾപ്പെടുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുരന്തത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഈമാനോടുകൂടി നമ്മൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരിശുദ്ധ റമളാൻ അതിനു വേദിയായി, അവസരമായി, അള്ളാഹുവിന്റെ അതിഥിയായി നമ്മിലേക്ക് അയച്ച മഹത്തായ അള്ളാഹുവിന്റെ നിഅമത്താണ്, നമുക്കറിയാം. എന്നാൽ ഈ റമളാനിലെ ദിനരാത്രങ്ങളിലുടനീളം ഞാൻ വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, ഈമാനില്ലാത്ത സൽക്കർമ്മങ്ങൾക്കൊരു വിലയുമില്ല. അള്ളാഹു അത് രേഖപ്പെടുത്തുകയില്ല. അല്ല, അത് സൽക്കർമ്മം എന്നതിനെ വിശേഷിപ്പിക്കാൻ പോലും പറ്റുകയില്ല. അത് അമലു സ്വാലിഹല്ല, അള്ളാഹുവിൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് സ്വർഗമില്ല, പാപമോചനമില്ല, നരകമോചനമില്ല. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന നേട്ടങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ലഭിക്കണമെങ്കിൽ നിബന്ധനയായി പറഞ്ഞത് ഈമാനും ഇഹ്തിസാബുമാണ്. അള്ളാഹുവിലും റസൂലിലും ഖിയാമത്ത് നാളിലും അള്ളാഹുവിന്റെ പ്രതിഫലത്തിലുമുള്ള അടിയുറച്ച ഈമാനോടുകൂടി നിർവഹിക്കാനാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇങ്ങനെ നമ്മൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ സൽക്കർമ്മങ്ങൾ നമ്മോടൊപ്പം വിടാതെ, വേർപിരിയാതെ ഈ ഹലോകത്തുണ്ടാകുമെന്ന് മാത്രമല്ല, നാളെ ആരും നമ്മോടൊപ്പമില്ലാത്ത ഖബറിന്റെ ഇരുട്ടറയിൽ നമ്മോടൊപ്പം ഉണ്ടാകും. പരലോകത്ത് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുവോളം നമ്മുടെ സഹചാരിയായി നമ്മോടൊപ്പം ആ സൽക്കർമ്മങ്ങൾ കൂട്ടിനുണ്ടാകും. പക്ഷേ ഇവിടെ നാം സമ്പാദിച്ചു കൂട്ടിയതോ, നമുക്ക് വേണ്ടപ്പെട്ടവരോ, നമുക്ക് പ്രിയപ്പെട്ടവരോ, ഉറ്റവരോ, ഉടയവരോ, സുഹൃത്തുക്കളോ, ആത്മമിത്രങ്ങളോ ഒരാളും തന്നെ ആ ലോകത്ത് നമ്മോടൊപ്പം ഉണ്ടാകുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് വായിക്കാവുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും, 3 കാര്യങ്ങൾ ആ മയ്യത്തിനെ പിന്തുടരും. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദ്, അതിൽ 2 കാര്യങ്ങൾ തിരിച്ചു വരും, മടങ്ങി വരും, 1 മാത്രം അവനോടൊപ്പം ഖബറിൽ ബാക്കിയാകും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, മരിച്ച മയ്യത്തിനെ അനുഗമിക്കുന്ന 3 കാര്യങ്ങൾ, 1 അവന്റെ കുടുംബമാണ്, 2 അവന്റെ സമ്പത്താണ്, 3 അവന്റെ പ്രവർത്തനങ്ങളാണ്. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവനെ മറമാടി 6 അടി മണ്ണിൽ ഖബറടക്കി കഴിഞ്ഞാൽ, അവന്റെ ജനാസ നിർവഹണം പൂർത്തിയായാൽ ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും സമ്പത്തും തിരിച്ചു പോരും. വയബ്ഖാ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ മാത്രം ബാക്കിയാകും. സഹോദരങ്ങളെ, ഈ പ്രവർത്തനങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നിടത്താണ് കാര്യം. അത് സൽക്കർമ്മങ്ങളാണോ, ഈമാൻ സ്പർശിച്ചിട്ടുള്ള അമലുകളാണോ, അതല്ല യാന്ത്രികമായ പാഴ്വേലകളാണോ, അതുമല്ല അനാവശ്യങ്ങളായ തിന്മകളാണോ, ഹറാമുകളാണോ, അവിടെയാണ് കാര്യം. സമ്പത്തും സന്താനങ്ങളും എത്ര പ്രിയപ്പെട്ട സമ്പത്താണെങ്കിലും, എത്ര വാത്സല്യനിധികളായ മക്കളാണെങ്കിലും ഖബറോടുകൂടി അവർ നമ്മോട് വേർപിരിയും. പിന്നെ നമ്മൾ ഏകാന്തനാണ്. അവിടെ നമ്മോടൊപ്പം നമ്മോടൊപ്പം സഹവസിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് നല്ലതാകട്ടെ ചീത്തതാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ മറ്റൊരു ഹദീസിൽ, സ്വഹീഹായി വന്ന മറ്റൊരു ഹദീസിൽ ഒരു ഉപമയിലൂടെ നമ്മോട് വിശദീകരിക്കുന്നു. ആദം സന്തതിയുടെ സമ്പത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഉപമ, ഒരു മനുഷ്യന് 3 കൂട്ടുകാരുണ്ട്. 3 കൂട്ടുകാരുള്ള ഒരു മനുഷ്യന്റെ ഉപമ പോലെയാണ് ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെയും
അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെയും ഉപമ. ആ 3 കൂട്ടുകാരിൽ ഒരാൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അന മഅക മാ ദുംത ഹയ്യൻ, നീ ജീവിച്ചിരിക്കുന്നിടത്തോളം നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും. ഫഇദാ മുത്ത ഫലസ്ത മിന്നി വലാ അന മിൻക, എന്നാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നീയും ഞാനുമായി യാതൊരു ബന്ധമില്ല, ഞാൻ നിന്റേതല്ല, നീ എന്റേതുമല്ല എന്നൊരു കൂട്ടുകാരൻ പറയും തന്റെ ഉറ്റ സുഹൃത്തിനോട്. ഏതാണ് ആ കൂട്ടുകാരൻ? ഫദാലിക മാലു, അതവന്റെ സമ്പത്താണ്. അതെ, നാം മരിക്കുവോളം നമ്മുടെ സമ്പത്തിന്റെ ശേഖരവും ആസ്തിയും നമ്മോടൊപ്പം ഉണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ നാമുമായി നമ്മുടെ സമ്പത്തുമായി നമുക്കോ യാതൊരു ബന്ധവുമില്ല. അത് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. അതിന് അനന്തരമെടുക്കാൻ ആളുകളുണ്ട്, അതിനെ വീതിക്കാൻ, ഭാഗിക്കാൻ, അതിനെ വേണ്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് പകുത്തു നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിയമമുണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്ത് നമ്മോടൊപ്പം മരിക്കുവോളം ഉണ്ടാകും. രണ്ടാമത്തെ കൂട്ടുകാരൻ, അദ്ദേഹം ഇയാളോട് പറയും, അന മഅക് ഫഇദാ ബലഗ്ത ഇലാ ഖബ്രിക് ഫലസ്ത മിന്നി വലസ്തു ലക്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും നിന്റെ ഖബറിടം വരെ. നിന്നെ ഖബറിൽ മറമാടി കഴിഞ്ഞാൽ ഞാൻ നിന്നിൽ നിന്ന് വേർപിരിയും. നീയുമായി എനിക്കോ ഞാനുമായി നിനക്കോ യാതൊരു ബന്ധവുമില്ല. ഏതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ? ഫദാലിക വലദു, അതാണ് നമ്മുടെ സന്താനങ്ങൾ, അതാണ് നമ്മുടെ മക്കൾ. എത്ര പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മക്കളാണെങ്കിലും ഖബറിടം വരെ നമ്മോടൊപ്പം അവർ അനുഗമിക്കും. 6 അടി മണ്ണ് നമ്മുടെ മുകളിലിടുകയും മറമാടിക്കഴിഞ്ഞ് പിടിമണ്ണ് നമ്മുടെ മുകളിൽ വാരിയിടുകയും ചെയ്താൽ അവരുടെ ചെരുപ്പടി നമ്മൾ കേൾക്കും. പിന്നീട് നമ്മൾ ഏകാന്തരാണ്, മക്കളും അവിടെ വേർപിരിയും. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടുകാരനുണ്ട്, ആദം സന്തതിയെ ഇടപിരിയാത്ത അവന്റെ സന്തത സഹചാരിയായ കൂട്ടുകാരൻ. അവനോട് പറയും, അന മഅക ഹയ്യൻ വമയ്യിതൻ, നീ മരിച്ചവനാണെങ്കിലും നീ ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും നിന്നോടൊപ്പം ഞാനുണ്ട്, നിന്നെ വേർപിരിയാതെ ഞാനുണ്ട്. ഫദാലിക അമലു, അതാണ് അവന്റെ പ്രവർത്തനങ്ങൾ. അത് സൽക്കർമ്മമാകട്ടെ ദുഷ്കർമ്മമാകട്ടെ, നമ്മുടെ അമലുകൾ മരിക്കുവോളം, മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ചെന്നെത്തുവോളം, നമ്മുടെ ഭാവി സ്വർഗനരകങ്ങളായി നിശ്ചയിക്കപ്പെടുവോളം നമ്മോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ കൂട്ടായി ഉണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈ പ്രവർത്തനങ്ങൾ നമ്മെ വേർപിരിയാതെ, നമ്മോട് ഇണപിരിയാതെ, നമ്മുടെ സന്തത സഹചാരിയായി ജീവിതത്തിലും മരണത്തിലും മരണശേഷവും നമ്മോടൊപ്പം നിഴലായി കൂടെ ഉണ്ടാകുന്ന ഈ പ്രവർത്തനങ്ങൾ എന്താകണം? അത് നല്ലതാകണോ ചീത്തയാകണോ? അത് സൽക്കർമ്മമാകണോ ദുഷ്കർമ്മമാകണോ എന്ന് തീരുമാനിക്കാൻ, തെരഞ്ഞെടുക്കാൻ, നിശ്ചയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയ മഹത്തായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതിന്റെ ആദ്യ പാതി പിന്നിട്ട് കഴിഞ്ഞു, ആദ്യ 10 പിന്നിട്ട് കഴിഞ്ഞു. ശേഷിക്കുന്ന ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുൻഗാമികളിൽ ചിലരോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അസ്ഹാബി അബർ, കൂട്ടുകാരിൽ ഏറ്റവും സുഹൃതവാൻ, ഏറ്റവും നല്ല ഉപകാരമുള്ള കൂട്ടുകാരൻ ആരാണ്? അവർ പറഞ്ഞു, അൽ അമലു സ്വാലിഹ്, നിന്റെ സൽക്കർമ്മങ്ങളാണ്, നീ അനുഷ്ഠിക്കുന്ന നന്മകളാണ്, സുഹൃതങ്ങളാണ്. അതാണ് നിന്റെ ഏറ്റവും പ്രയോജനം നൽകുന്ന കൂട്ടുകാരൻ, നിനക്ക് ഏറ്റവും ഉപകാരം നൽകുന്ന കൂട്ടുകാരൻ, നിന്നോട് ഏറ്റവും ഗുണകാംക്ഷയുള്ള കൂട്ടുകാരൻ. അതിനേക്കാൾ നല്ല ഉത്തമനായ, ഉത്കൃഷ്ടനായ, സഹായനിധിയായ, കാരുണ്യവും ഗുണകാംക്ഷയുമുള്ള മറ്റൊരു കൂട്ടുകാരനുമില്ല. കാരണം നമ്മൾ സഹായവും സാന്നിധ്യവും അതുപോലെ തന്നെ നമുക്ക് താങ്ങും തണലും നിഴലുമാകണം എന്നാഗ്രഹിക്കുന്ന ഏകാന്തതയുടെ കൂരിരുട്ടിൽ, ഖബറിൽ നാം ഏറെ ആവശ്യക്കാരനാകുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടുണ്ടെങ്കിൽ, സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ ഒരു പഴുതെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഖബറിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നമ്മോട് കൂട്ടുള്ളത് നമ്മുടെ അമലുകൾ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായ ഹദീസിൽ മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ആ സൗഹൃദത്തെ പറ്റി, ആ കൂട്ടിനെ പറ്റി നമ്മോട് അറിയിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ സൽക്കർമ്മിയാണെങ്കിൽ, അവൻ സുഹൃതവാനാണെങ്കിൽ, അവനെ ഖബറിൽ മറമാടിക്കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക്, 6 അടി മണ്ണിലേക്ക്, ആ കൂരിരുട്ടിലേക്ക് ഒരു മനുഷ്യൻ വരും, ഖബറിലേക്ക് വരും. ഹസനുൽ വജ്ഹ്, അവന്റെ മുഖം ഭംഗിയുള്ള പ്രകാശമാനമാകുന്ന മുഖമായിരിക്കും. ഹസനു സിയാബ്,
അവന്റെ വസ്ത്രം ഏറ്റവും മനോഹരമായ വസ്ത്രമായിരിക്കും. ത്വയ്യിബുർ റീഹ്, അവന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അതവനെ ആകർഷിക്കുന്ന രൂപത്തിൽ വമിക്കുന്നുണ്ടായിരിക്കും. സുഗന്ധപൂരിതനായി നല്ല വസ്ത്രം ധരിച്ച് നല്ല മുഖഭംഗിയുള്ള ഒരു മനുഷ്യൻ അവന്റെ ഖബറിലേക്ക് വരും. ഫയഖൂലു, എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദീ യസുറുക്, ഇതാ നിന്നെ സന്തോഷമറിയിക്കുന്ന ഒരു കാര്യം സന്തോഷ വാർത്തയായി അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, നീ സന്തോഷിക്കുക. ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, ഇന്നാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. അതെ, മരണമാകുന്ന ഈ ദുനിയാവിനോട് വിട പറയുന്ന പരലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആദ്യ ദിവസം. ഈ ദിവസം നിനക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ്. ഫയഖൂലു ലഹു, എന്നിട്ട് പറയും, ഈ ഖബറാളി, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഈ വന്ന മനുഷ്യനോട് ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം നന്മയും കൊണ്ടുവന്ന മുഖമാണല്ലോ. നോക്കൂ, നിങ്ങൾ ആ രംഗമെന്ന് ആലോചിച്ചു നോക്കൂ. ഈ രംഗം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാനുള്ള, ഒരു പക്ഷേ ഇതിനു പകരം ചീത്ത മുഖമുള്ള, ദുർഗന്ധം വമിക്കുന്ന, മോശമായ വസ്ത്രമുള്ള ഒരാളായിരിക്കും നമ്മെ അഭിമുഖീകരിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ ദുഷ്കർമ്മമാണെങ്കിൽ, തിന്മകളാണെങ്കിൽ, അല്ലെങ്കിൽ ഈമാൻ സ്പർശിക്കാതെ നമ്മൾ ചെയ്ത യാന്ത്രികമായ ഏർപ്പാടുകളായി നമ്മുടെ അമലുകൾ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത് വൃത്തികെട്ട ഒരുത്തനായിരിക്കും. സഹോദരങ്ങളെ, ഈ രണ്ടാളൊരവസ്ഥ നമ്മൾ ഓരോരുത്തർക്കും ഖബറിൽ ഉണ്ടാകും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ സമയത്തെ ഏകാന്തത, ഭയാനകത, എല്ലാവരും നമ്മിൽ നിന്ന് മറമാടി അവരുടെ ചെരുപ്പടികൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ശബ്ദം നമ്മൾ കേട്ട് മലക്കുകളുടെ ചോദ്യം ചെയ്യലിന് നമ്മൾ വിധേയരായി നമ്മൾ ഭീതിതമായ അവസ്ഥയിൽ ഖബറിന്റെ ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ, കൂരാകൂരിട്ടിൽ നമ്മൾ വസിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശ്വാസവാക്കുമായി ഒരു വ്യക്തി എല്ലാ അർത്ഥത്തിലും നമ്മെ കൺകുളിർപ്പിക്കുന്ന, മനം കുളിർപ്പിക്കുന്ന, നമ്മെ സമാധാനിപ്പിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള സന്തോഷ വാർത്തയുമായി എത്തുന്ന ഒരു വ്യക്തി, ആ രംഗമൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ മനുഷ്യൻ പറയും, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അന അമലുക സ്വാലിഹ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ, നീ ചെയ്ത സുഹൃതങ്ങളാണ് ഞാൻ, നീ ഈമാൻ അനുസരിച്ച് പ്രവർത്തിച്ച അമലു സ്വാലിഹാത്തുകളാണ് ഞാനെന്ന് ആ മനുഷ്യൻ പറയുമെന്നാണ്. സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണിത്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുദിഅത്തിൽ ജനാസ ഫഹ്തമലഹ അർറിജാലു അലാ അനാഖിഹിം, ഒരു മരിച്ച മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ചാൽ ആ മയ്യത്തിന്റെ വേണ്ടപ്പെട്ടവർ ആ മയ്യത്ത് കട്ടിലുമേന്തി അവരുടെ ചുമലിൽ ആ മയ്യത്തിനെ വഹിക്കുകയും ചെയ്താൽ, ഫഇൻ കാനത് സ്വാലിഹതൻ, ആ മയ്യത്ത് സ്വാലിഹത്താണെങ്കിൽ, ആ മരിച്ച മയ്യത്ത് സൽക്കർമ്മിയാണെങ്കിൽ, ഈമാനിലായി മരിച്ചവനാണെങ്കിൽ ആ മയ്യത്ത് പറയുമെന്നാണ്. ചുമക്കുന്നവർ, ആ മയ്യത്തിനെ വഹിച്ചു പോകുന്നവർ അവരിത് കേൾക്കുന്നില്ല, മറിച്ച് ആ മയ്യത്ത് പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, സ്വാലിഹാണെങ്കിൽ എന്നെ ഖബറിലേക്ക് വേഗം അടുപ്പിക്കൂ, എന്നെ വേഗം കൊണ്ടുപോകൂ. വഇൻ കാനത് ഗൈറ സ്വാലിഹത്തിൻ, എന്നാൽ സൽക്കർമ്മിയല്ലെങ്കിൽ, മരിച്ച മയ്യത്ത് ദുഷിച്ചവനാണെങ്കിൽ, ഈമാനും അമല സ്വാലിഹും ഇല്ലാത്തവനാണെങ്കിൽ അവൻ പറയുമെന്നാണ്, യാ വൈലഹ, എന്റെ നാശമേ, എന്റെ ഖേദമേ, എന്റെ പരിതാപമേ, ഐന യദ്ഹബൂന ബിഹാ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നവൻ അലമുറയിടുമെന്നാണ്. സഹോദരങ്ങളെ, ഈ രണ്ടാലൊരു വിഭാഗത്തിൽ നാം ഓരോരുത്തരും നാളെ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാകുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അവിടെ സൽക്കർമ്മങ്ങൾ കൂട്ടാകാൻ, അല്ലാഹുവിങ്കൽ നാം നന്മയുടെ തുലാസിൽ കണ്ടെത്തുന്ന അമല സ്വാലിഹാത്തുകൾ നമുക്ക് കൺകുളിർമയാകാൻ, ഖബറിൽ നല്ല മുഖത്തോടെ, നല്ല വസ്ത്രത്തോടെ, സുഗന്ധവും പരിമളവും നമ്മിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ നമുക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ സൽക്കർമ്മങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ഈമാനോടൊപ്പം അമല സ്വാലിഹാത്തുകൾ ഉണ്ടാകണമെങ്കിൽ, സഹോദരങ്ങളെ, ഇതാ റമദാൻ അല്ലാഹു നമുക്ക് വാനലോകത്ത് നിന്ന് അവൻ അതിഥിയായി ഇറക്കിയ മഹത്തായ അവസരമാണ്. ജീവിതത്തിലെ, ആയുസ്സിലെ സുവർണാവസരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവർ, ശക്തൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പരലോകം ലക്ഷ്യമാക്കി
മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുന്നവനും അധ്വാനിക്കുന്നവനും അതിനുവേണ്ടി പാഥേയങ്ങളും വിഭവങ്ങളും ഒരുക്കുന്നവനുമാണ്. സ്വന്തം ജീവിതത്തിലെ കുറവുകൾ സ്വയം വിചാരണ ചെയ്തുകൊണ്ട് തിരുത്തുന്നവനാണ്. എന്നാൽ വിവേകമില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, അശക്തൻ, അവൻ തന്നിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുന്നവനും തോന്നിവാസങ്ങളും തിന്മകളും യാന്ത്രികമായ അവന്റെ കണ്ണിൽ സൽക്കർമ്മമാണ് എന്ന് തോന്നുന്ന ചില പാഴ്വേലകളും അനുഷ്ഠിക്കുകയും എന്നാൽ പരലോകത്തേക്ക് വലിയ വ്യാമോഹങ്ങൾ വെച്ച് നീട്ടുകയും ചെയ്യുന്ന അവനായിരിക്കും ഏറ്റവും വലിയ ദുർബലനും അശക്തനുമെന്ന് മുൻഗാമികൾ ചില ഹദീസുകളുടെ പാഠങ്ങളായി നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ട റമദാനിലെ പാഠങ്ങളായി നമ്മളിത് കുറിച്ചു വെക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് തവണ കേട്ട ആസറാണിത്. സാന്ദർഭികമായി റമദാനിൽ ആവർത്തിച്ച് നമ്മൾ ഓർമ്മിക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച അവിടുത്തെ മരുമകനായ ഖുലഫാ റാഷിദീങ്ങളിൽ നാലാമനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ഇതാ ദുനിയാവിന്റെ സഞ്ചാരം രാവും പകലും പിന്നോട്ടാക്കിയാണ്. ദുനിയാവ് പിന്നോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ആഖിറ മുന്നിലേക്ക് വരുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആഖിറത്തിലേക്കാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, നശിക്കുന്ന ദുനിയാവിനും നശിക്കാത്ത ആഖിറത്തിനും മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നശിക്കാത്ത ആഖിറത്തിന്റെ മക്കളാകുക നിങ്ങൾ. അതെ, നശിക്കാത്ത ആഖിറത്തിന്റെ മക്കളാകാനുള്ള അവസരമാണ് റമദാൻ. നശിക്കുന്ന ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാതെ നശിക്കാത്ത ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിളിയാളങ്ങൾ ഓരോ രാവിലും യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മയാഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ, തിന്മയാഗ്രഹിക്കുന്നവരെ, തിന്മയുടെ വക്താക്കളെ നിങ്ങൾ അടങ്ങി നിൽക്കൂ, നന്നാകൂ, തിരിച്ചു വരൂ, തിരുത്തൂ, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കൂ എന്ന വിളിയാളം ഉയരുന്ന മാസമാണിത്, രാവുകളാണിത്, പകലുകളാണിത്. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, അതുകൊണ്ട് ഈ മാസത്തിലെങ്കിലും, ഈ മാസത്തിൽ നന്നാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അസുലഭമായ അവസരം നീട്ടിവെച്ചു തന്നിട്ടും അടങ്ങാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ തിന്മകളിൽ നടങ്ങാത്ത, അല്ലാഹു നിയമമാക്കിയ നന്മകളിലേക്ക് അനങ്ങാത്ത നിർജീവമായ കണ്ണും കാതും കൽബുമുള്ളവരാണോ നാം? വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, ഈ മാസത്തിലും ദുനിയാവിന്റെ മക്കളായി വാഴുകയാണോ നാം? ദുനിയാവിന് വേണ്ടി മത്സരിച്ചോടുകയാണോ നാം? വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ മാറരുത്. കാരണം ഫഇന്നൽ യൗമ അമലുൻ, ഇന്നു മാത്രമാണ് നിനക്ക് പ്രവർത്തിക്കാനുള്ള വേദി, ഇന്നു മാത്രമേ നിനക്ക് പ്രവർത്തിക്കാൻ അവസരമുള്ളൂ. വലാ ഹിസാബുൻ, ഇന്നിവിടെ വിചാരണയില്ല. നിനക്ക് തോന്നിയത് ചെയ്യാം, നിന്റെ അഭീഷ്ടങ്ങൾ പ്രവർത്തിക്കാം, ആരും ചോദ്യം ചെയ്യാനില്ല, വിചാരണ നടപ്പിലാക്കപ്പെടുന്നില്ല. പക്ഷേ വഗദൻ, നിന്റെ മരണം നിനക്ക് വിധിക്കപ്പെട്ടാൽ, നിന്റെ ആയുസ് ഒടുങ്ങിയാൽ, നിന്റെ അവധി തീർന്നാൽ, നാളെ നീ ഖബറിലാണ്, ആറടി മണ്ണിലാണ്, നിന്റെ പരലോകം ആരംഭിക്കുകയാണ്, നിന്റെ ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുകയാണ്. നീ ഒറ്റയ്ക്കാണ്, നീ ഏകാന്തനാണ്, കൂട്ടില്ല, സന്താനമില്ല, സമ്പത്തില്ല, ഒന്നുമില്ല, സന്തത സഹചാരികൾ ആരുമില്ല, തിന്മകൾക്ക് പേരിപ്പിച്ച ഉറ്റവരോ ഉടയവരോ സുഹൃത്തുക്കളോ ആരുമില്ല, ആത്മമിത്രങ്ങളില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വിചാരണ നേരിടുന്ന നാളിൽ നീ ഏകാന്തനാണ്. വഗദൻ ഹിസാബുൻ, അതുകൊണ്ട് നാളെയാണ് വിചാരണ. വല അമലുൻ, അവിടെ നിനക്ക് പ്രവർത്തനമില്ല. പ്രവർത്തിക്കാനുള്ള ഇന്നത്തെ വേദി റമദാനാകുന്ന ഈ മഹത്തായ അവസരം നീ ഉപയോഗപ്പെടുത്തുക മുസ്ലിമേ. വലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടാൻ വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കേണ്ടത്, പണിയെടുക്കേണ്ടവർ പണിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا، اللهم ارحم والدينا كما ربونا صغارا، اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.